സ്വകാര്യ ബസ്, ഓട്ടോ, ടാക്സി നിരക്ക് വർധനയിൽ ഇന്ന് തീരുമാനമുണ്ടാകും. നിരക്ക് വർധന ശുപാർശകൾ ഇടതുമുന്നണി യോഗം ചർച്ച ചെയ്യും. ബസ് മിനിമം നിരക്ക് 8 നിന്നും 12 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. സിൽവർ ലൈൻ വിരുദ്ധ സമരവും മുന്നണി യോഗം ചർച്ച ചെയ്യും. IT മേഖലയിലടക്കം പുതിയ പബ്ബുകളും ബാറുകളും പ്രതീക്ഷിക്കുന്ന മദ്യനയത്തിനും മുന്നണി യോഗം അംഗീകാരം നൽകിയേക്കും. ബസ് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇടതുമുന്നണി യോഗത്തിനു ശേഷം തീരുമാനം പ്രഖ്യാപിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്വകാര്യ ബസ് സമരം പിൻവലിച്ചത്. നിരക്കുകൾ വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ സർക്കാരിനും വ്യത്യസ്ത അഭിപ്രായമില്ല. എന്നാൽ അത് എത്ര വരെയാകാമെന്ന കാര്യം ഇന്നത്തെ ഇടതുമുന്നണി യോഗം തീരുമാനിക്കും. ബസ് നിരക്ക് വർധനയെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച രാമേന്ദ്രൻ കമ്മിറ്റിയുടെ ശുപാർശയുടെ കൂടി അടിസ്ഥാനത്തിലാകും നടപടി. ബസ് ടിക്കറ്റ് മിനിമം നിരക്ക് 8 നിന്ന് 12 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. അത് അതേപോലെ അംഗീകരിക്കാൻ ഇടയില്ല. 2 രൂപ വർദ്ധിപ്പിച്ച് 10 രൂപയാക്കാമെന്നാണ് രാമേന്ദ്രൻ കമ്മിറ്റിയുടെ ശുപാർശ. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് 6 രൂപയാക്കണമെന്ന ആവശ്യവും ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ വിദ്യാർത്ഥി കൺസെഷന്റെ കാര്യത്തിൽ ബസ് ഉടമകളുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കില്ല. ഓട്ടോറിക്ഷയുടെ മിനിമം നിരക്ക് 25 നിന്ന് 30 ആക്കിയേക്കും. 1.5 കിലോമീറ്ററാണ് മിനിമം ദൂരം. പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 12 രൂപയാണ് ഇപ്പോഴത്തെ നിരക്ക്. ഇത് 15 രൂപയാക്കണമെന്നും ആവശ്യമുണ്ട്. ടാക്സി കാറുകൾക്ക് 5 കിലോമീറ്ററിന് 175 രൂപയാണ് മിനിമം നിരക്ക്. ഇത് 200 മുതൽ 225 രൂപ വരെയായി വർദ്ധിച്ചേക്കും. 5 കിലോമീറ്ററിന് ശേഷമുള്ള ഓരോ കിലോമീറ്ററിനും നിലവിൽ 15 രൂപ അധികം നൽകണം. അത് 20 രൂപയാക്കാമെന്ന ശുപാർശയും ഗതാഗത വകുപ്പ് നൽകിയിട്ടുണ്ട്. സിൽവർ ലൈൻ സർവേയുടെ ഭാഗമായുള്ള പ്രതിഷേധങ്ങൾ വർദ്ധിക്കുന്നത് മുന്നണിക്കും സർക്കാരിനും തലവേദനയാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള വഴികളും ഇടതുമുന്നണി യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. സർക്കാരിന്റെ പുതിയ മദ്യനയവും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.